എന്താണ് സമസ്തയിലെ ഭിന്നിപ്പ്? കാലാകാലങ്ങളായി മുസ്ലിം ലീഗിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്ന മുസ്ലിം സമുദായത്തിലെ സുന്നി വിഭാഗത്തിന്റെ സംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സമസ്ത എങ്ങനെ ലീഗ് വിരുദ്ധരുടെയും ലീഗ് അനുകൂലികളുടെയും ചേരിയായി മാറി? സമസ്തയിലെ ഇപ്പോഴത്തെ ചേരിതിരിവിന് ഏത് രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പങ്കുവഹിച്ചു? സമസ്തയുടെ പണ്ഡിത സഭാ യോഗമായ മുഷാവറയിൽ നിന്ന് പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയതിലേക്ക് ഈ ഭിന്നത എങ്ങനെ വളർന്നു വന്നു? പ്രത്യക്ഷത്തിൽ തോന്നുന്നത് പോലെ സമസ്തയിൽ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവർ ലീഗ് വിരുദ്ധർ, അതല്ലെങ്കിൽ ലീഗ് അനുകൂലികൾ CPM പക്ഷപാതികൾ എന്ന തരത്തിലുള്ള ചേരിതിരിവാണോ ഉള്ളത്? അതോ വർഷങ്ങളായി ഉണ്ടായിരുന്ന ആശയപരമായ എതിർപ്പിൻ്റെ മൂർധന്യാവസ്ഥയാണോ ഇപ്പോൾ? യഥാർത്ഥത്തിൽ ആശയപരമായ തർക്കമാണ് സമസ്തയിലെ ചേരിതിരിവിന് പിന്നിൽ. അതിൽ മുസ്ലിം ലീഗിൻ്റെ പങ്ക് വലുതുമാണ്. മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ മുഖമാണ് ലീഗെങ്കിൽ സുന്നി മുസ്ലിങ്ങളുടെ ആത്മീയ മുഖമാണ് സമസ്ത. സമസ്തയിലെ സംഘടനാപരമായ തർക്കം കാരണം AP, EK വിഭാഗങ്ങളായി പിരിഞ്ഞെങ്കിലും EK വിഭാഗം സമസ്ത ലീഗിനൊപ്പമാണ്. മതപണ്ഡിതരുടെ സംഘടനയായ സമസ്ത നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരുന്നില്ലെങ്കിലും ലീഗിന് മലബാറിൽ സ്വാധീനമുണ്ടാക്കാൻ സമസ്തയുടെ പിന്തുണ എല്ലാ കാലത്തും അനിവാര്യമായിരുന്നു. ആ സമസ്ത ഇപ്പോൾ നേരിടുന്നത് ഒരു സ്വത്വ പ്രശ്നമാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഇപ്പോൾ അത് മൂർച്ഛിച്ചു എന്നതാണ്. സമസ്തയുടെ നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമാണിത്. ഇത് കണ്ടറിഞ്ഞ് സമസ്ത എന്ന മതസംഘടന സ്വന്തം ആശയപ്രചാരണത്തിന് മറ്റു വഴികൾ അത് ലീഗിൽ നിന്ന് വേറിട്ട് ഇതിനു മുൻപും സ്വീകരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മുഖപത്രമായ സുപ്രഭാതം പത്രം. ലീഗിൻ്റെ മുഖപത്രമായ ചന്ദ്രിക സമസ്തയുടെ ആശയങ്ങളോട് നീതി പുലർത്തുന്നില്ല എന്ന നിരീക്ഷണത്തിലാണ് സ്വന്തം പത്രത്തിൻ്റെ തുടക്കം. സുന്നികളെ മാത്രമല്ല മുജാഹിദുകളെയും ജമാത്തുകളെയും ഉൾപ്പെടുത്തി വിശാലമായ മുസ്ലിം പ്ലാറ്റ്ഫോമിലേക്ക് ലീഗ് പോകാൻ തുടങ്ങിയത് മുതൽ സമസ്തയുടെ എതിർപ്പ് തുടങ്ങിയതാണ്. അത് വളർന്ന് ലീഗ് വിരുദ്ധർ, ലീഗ് അനുകൂലികൾ എന്ന ചേരിയായി എന്ന് മാത്രം. ലീഗിലെ മുജാഹിദ് നേതാക്കളുടെ വിമർശനത്തിനും സമസ്ത നേതൃത്വം വിധേയരായിട്ടുണ്ട്. ലീഗിന് കീഴിലാക്കി സമസ്തയെ മാറ്റാനുള്ള നീക്കം നടക്കുന്നതായി സ്വാഭാവികമായും സമസ്തയിലെ ലീഗ് വിരുദ്ധർ എന്ന വിഭാഗം ഉറച്ചു വിശ്വസിക്കുന്നു. ജമാഅത്ത് മുജാഹിദ് ആശയങ്ങളെ എതിർക്കാത്ത സമസ്തയിലെ വിഭാഗത്തെ ലീഗ് അനുകൂലികൾ എന്നും ആശയപരമായി എതിർപക്ഷം വേർതിരിച്ചു. വിശ്വാസപരമായി ജമാഅത്ത് മുജാഹിദ് വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സമസ്തയ്ക്ക് കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും സ്വാധീനം ലീഗിൻ്റെ മതേതര നിലപാടിന് വിരുദ്ധമാണെന്ന് സമസ്തയിലെ ലീഗ് വിരുദ്ധർ നിലപാടെടുക്കുകയാണ്. എന്നാൽ സുന്നികളെ മാത്രമല്ല മുസ്ലിം സമുദായത്തിലെ മറ്റു വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് ലീഗിൻ്റെ അജണ്ട. അതായത് എല്ലാവരും വേണമെന്നുള്ളത്. അത് വളർന്ന് ജമാഅത്ത് മുജാഹിദ് സ്വാധീനം ലീഗിനെ കീഴ്പ്പെടുത്തുന്നതായാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധർ എന്ന വിഭാഗത്തിൻ്റെ ആശങ്ക. ഇതിന് പല ഉദാഹരണവും അവർ ചൂണ്ടിക്കാട്ടും. ഒടുവിൽ കഴിഞ്ഞ ദിവസം സമസ്ത മുഷാവറയ്ക്ക് ശേഷമുള്ള വാർത്താക്കുറിപ്പ് നോക്കിയാലുള്ള ഒരു തീരുമാനം പോലും ഈ ഭിന്നതയുടെ ഉദാഹരണമാണ്. കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ്, അതായത് ഇസ്ലാമിക് കോളേജുകളുടെ കോർഡിനേഷൻ കമ്മിറ്റി, അതുമായി ഇനി ബന്ധമില്ലെന്ന് സമസ്ത പ്രഖ്യാപിക്കുകയാണ് ഈ വാർത്താക്കുറിപ്പിലൂടെ. ഇസ്ലാമിക് കോളേജുകളിൽ മതം മാത്രമല്ല ഭൗതിക വിഷയങ്ങളും പഠിപ്പിക്കുന്നതാണ്. അത് സമസ്തയുടെ നിലപാടിനൊപ്പവുമാണ്. പക്ഷേ സമസ്ത പിന്മാറാൻ കാരണം ഇസ്ലാമിക് കോളേജുകളിൽ മതം പഠിപ്പിക്കുമ്പോൾ അത് സലഫിസവും വഹാബിസവും ആണെന്നതാണ്. അതായത് മുജാഹിദ് ജമാഅത്തെ ആശയങ്ങൾ കടന്നു വരുന്നു എന്നതാണ്. ഇത് ലീഗ് അംഗീകരിക്കുകയും ചെയ്യുന്നു. അതിനാൽ പാണക്കാട് സാദിഖ് അലി തങ്ങൾ ചെയർമാനായ കോർഡിനേഷൻ കമ്മിറ്റിയുമായി ഇനി സമസ്ത സഹകരിക്കില്ല. ഇത് അവസാനത്തെ ഉദാഹരണമാണ്. ഇത് സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ നിലപാടുമാണ്. ഇത് തികച്ചും ആശയപരവുമാണ്. ഇത് പുതിയതുമല്ല. നേരത്തെ തന്നെയുള്ള സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ നിലപാട് തന്നെയാണിത്. അത് സമസ്ത മുഷാവറയുടെ അംഗീകാരം നേടി എന്ന് മാത്രം. മറ്റ് കാര്യങ്ങളുമുണ്ട്. IS റിക്രൂട്ട്മെൻറ്റിനെതിരെ സമസ്തയുടെ യുവജന വിഭാഗം നടത്തിയ പ്രചാരണം ലീഗ് ഇടപെട്ട് നിർത്തിവെപ്പിച്ചതുപോലുള്ള സംഭവങ്ങൾ ലീഗിലെ മുജാഹിദ് ജമാഅത്തെ സ്വാധീനത്തിന് ഉദാഹരണമായി ലീഗ് വിരുദ്ധർ ഉന്നയിക്കുന്നുണ്ട്. അതേസമയം KM ഷാജിയെയും PMA സലാമിനെയും പോലുള്ള ലീഗ് നേതാക്കൾ കടുത്ത ഭാഷയിൽ തന്നെ സമസ്തയ്ക്കെതിരെ അവസരം കിട്ടുമ്പോൾ ആഞ്ഞടിക്കുകയും ചെയ്യുന്നു. സമസ്തയിലെ ലീഗ് വിരുദ്ധരെ CPM സ്ലീപ്പർ സെല്ലുകളെന്നാണ് വിമർശനം ഉന്നയിക്കുമ്പോൾ ഷാജിയെ പോലുള്ളവരുടെ നിലപാട്. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഈ ഭിന്നിപ്പിനെ ഒരു പക്ഷത്ത് ലീഗ് വിരുദ്ധർ, മറുപക്ഷത്ത് ലീഗ് അനുകൂലികൾ എന്നോ അതല്ലെങ്കിൽ CPM പക്ഷപാതികൾ ലീഗുകാർ എന്നോ പറയാം. എന്നാൽ മുസ്ലിം ലീഗിൽ ജമാഅത്തെ ഇസ്ലാമി പിടിമുറുക്കി എന്നാരോപിച്ച് ഈ തർക്കം ഊതി വീർപ്പിക്കാൻ CPMഉം ശ്രമിച്ചു വരുന്നു. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് തുടർച്ചയായി LDFിൻ്റെ പരസ്യം വരുന്നു. 2022 വഖഫ് ബോർഡിലെ നിയമനം PSCക്ക് വിട്ടുള്ള ബില്ല് പിൻവലിച്ചത്
സമസ്തയുമായി നേരിട്ട് ചർച്ച നടത്തിയതിനു ശേഷമാണ്. അവിടെ ലീഗിൻ്റെ മധ്യസ്ഥം സമസ്ത തേടിയില്ല. തുറന്നു പറയുമ്പോൾ മിതത്വം പാലിക്കുമെങ്കിലും സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആശയപരമായി ലീഗ് വിരുദ്ധരുടെ നിലപാടിനൊപ്പമാണ്. കഴിഞ്ഞ മുശാവറയിൽ വിവാദ പരാമർശം നടത്തിയ ഉമർ ഫൈസി മുക്കത്തിനെതിരെ ലീഗ് അനുകൂലികൾ ആഞ്ഞടിക്കുമ്പോൾ ഉണ്ടാകുന്നത് ലീഗ് വിരുദ്ധരെ പ്രതിരോധത്തിലാക്കുന്ന ഒരായുധം ഉമർ ഫൈസി തന്നെ ഇട്ടുകൊടുത്തു എന്നതാണ്. അത് പക്ഷേ മറ്റൊരു സങ്കീർണ വിഷയം കൂടിയാണ്. അത് പരിഹരിക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ സമസ്ത മുശാവറയിൽ നടന്നു വരുന്നത്. എന്തായാലും സമസ്തയിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന ഭിന്നത അത് തികച്ചും ആശയപരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് മുസ്ലിം ലീഗ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടിന് എതിരെ സമസ്തയിൽ ഒരു വലിയ വിഭാഗം നിലപാടെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ്. അതായത് തികച്ചും ആശയപരമായിട്ടുള്ളവ തന്നെ.